സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാവുകയാണ് എം.ജി. ശ്രീകുമാരേട്ടൻ്റെ ഒരു ഭക്തി ഗാനമേള. ഭഗവാൻ തൊട്ടപ്പുറത്ത്, ഭഗവാന്റെ പാട്ടുകൾ ഞാൻ ഇപ്പുറത്ത് പാടുമ്പോൾ അതേപോലെ തന്നെ തത്തുല്യരായിട്ട് എന്നെ സ്നേഹിക്കുന്ന, അല്ലെ എന്നെ ആരാധിക്കുന്ന, എൻ്റെ പാട്ടുകളെ സ്നേഹിക്കുന്ന ജനങ്ങൾ, അവരാണല്ലോ എല്ലാം. കാരണം അവരാണ് തീരുമാനിക്കുന്നത് ഇതൊരു നല്ല പാട്ടാണോ മോശം പാട്ടാണോ, അതോ നന്നായിട്ട് പാടിയോ മോശമായിട്ട് പാടിയോ എന്ന് അവരാണ് തീരുമാനിക്കുന്നത്. എനിക്ക് അതിശയം, ഇത്രയും പാട്ടുകൾ അവരെങ്ങനെ കാണാതെ പഠിച്ചു വച്ചിരിക്കുന്നത്. വേണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ സമാധാനവും സന്തോഷവുമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ വഴക്കും വയ്യാവലിയൊന്നും എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഒരിക്കലും ഞാൻ ഒരു മനുഷ്യനോട് ഞാൻ വഴക്കിടാൻ പോയിട്ടില്ല. അല്ലേ തന്നെ ഞാൻ എൻ്റെ ഷോയ്ക്ക് ഞാൻ ഏകദേശം എനിക്ക് ഇവിടെ AJM കോളേജിൽ കോളേജ് ഷോ ഉണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് 20 വർഷത്തിന് ശേഷമാണ് ഞാൻ കോളേജിൽ പാടുന്നത്. അപ്പോൾ അങ്ങനെ പാടിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാവുകയാണ് എം.ജി. ശ്രീകുമാരേട്ടൻ്റെ ഒരു ഭക്തി ഗാനമേള. ഏറ്റുമാനൂർ അമ്പലത്തിൽ നടന്ന ഒരു ഗാനമേളയായിരുന്നു. നമ്മളെല്ലാവരും കണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു സ്വീകാര്യതയാണ് അതിന് ഉണ്ടായിരിക്കുന്നത്. കാണികളൊക്കെ ഹർഷാരവത്തോടു കൂടി ആ വരികൾ ഏറ്റുപാടുന്ന ദൃശ്യങ്ങളാണ്. എം.ജി. ശ്രീകുമാരേട്ടൻ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ആ ഒരു അനുഭവം പങ്കുവയ്ക്കാനായി. ചേട്ടാ, എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു അനുഭവം? അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആദ്യമേ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. കാരണം ഏറ്റുമാനൂരപ്പൻ എന്ന് പറയുന്നത് ഉഗ്രമൂർത്തിയാണ്, ക്ഷിപ്രപ്രസാദിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം ഞാനൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യില്ല ഇത്രയും ക്രൗഡ് വരുമെന്ന്. അപ്പം എന്തായാലും ഏറ്റുമാനൂർ എൻ്റെ ഭക്തി ഗാനമേളയ്ക്ക് വന്ന എല്ലാവർക്കും, ഏറ്റുമാനൂർ മാത്രമല്ല അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ഒരുപാട് വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിരുന്നു. എല്ലാവർക്കും എൻ്റെ തൊഴുകൈ, താങ്ക് യു സോ മച്ച്. കാരണം നമ്മൾ പാടുമ്പോഴത്തേക്ക് അവർ കൂടെ പാടുകയും ഏറ്റുപാടുകയും അവരുടെ ഹർഷാരവും പറഞ്ഞ പോലത്തെ അതും കൂടെ വരുമ്പോഴാണ് ഒരു കലാകാരനൊരു സ്പിരിറ്റ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ അറിയാതെ പാടിപ്പോവും. അതാണ് നാദബ്രഹ്മം എന്ന് പറയുന്നൊരു ലെവൽ. അതായത് ഭഗവാൻ തൊട്ടപ്പുറത്ത്, ഭഗവാന്റെ പാട്ടുകൾ ഞാൻ ഇപ്പുറത്ത് പാടുമ്പോൾ അതേപോലെ തന്നെ തത്തുല്യരായിട്ട് എന്നെ സ്നേഹിക്കുന്ന, അല്ലെ എന്നെ ആരാധിക്കുന്ന, എൻ്റെ പാട്ടുകളെ സ്നേഹിക്കുന്ന ജനങ്ങൾ, അവരാണല്ലോ എല്ലാം. കാരണം അവരാണ് തീരുമാനിക്കുന്നത് ഇതൊരു നല്ല പാട്ടാണോ മോശം പാട്ടാണോ, അതോ നന്നായിട്ട് പാടിയോ മോശമായിട്ട് പാടിയോ എന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അവരേറ്റു പാടുകയും അവർ കൈയടിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടെ നമുക്ക് തുറന്നു പാടാനും നമുക്കങ്ങ് മനസ്സ് ഭക്തിസാന്ദ്രമായിട്ട് പാടാൻ സാധിക്കും. അതാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത്. കാരണം ഞാൻ എത്രയോ ഭക്തി ഗാനമേളയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇത്രയുള്ള ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ആൾക്കാർ വന്നു. മാത്രവുമല്ല, എനിക്ക് അതിശയം, ഇത്രയും പാട്ടുകൾ അവരെങ്ങനെ കാണാതെ പഠിച്ചു വച്ചിരിക്കുന്നതാണ്. കാരണം ആദ്യം ഞാൻ പാടിയത് ഒരു ഭക്തിഗാനമാണ്, ശിവഭക്തിഗാനം, അതറിയാം. രണ്ടാമത് ഞാൻ പാടിയത് പൊന്നു പമ്പയിൽ പ്രണവരൂപനായി വന്നുദിച്ചരൻ, എൻ്റെ പാട്ട് തന്നെയാണ്. ആദ്യത്തെ എൻ്റെ പാട്ട് തന്നെയാണ്, അതും അവർക്കറിയാം. എൻ്റെ പാട്ടുകളെല്ലാം ഞാൻ ഒരു പാട്ടും ഞാൻ പാടിയിട്ടില്ല. എല്ലാ പാട്ടുകളും എൻ്റെ തന്നെയാണ്. എൻ്റെ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്, അതിൽ കുറച്ച് പാട്ടുകൾ മാത്രമാണ് ഞാൻ പാടിയത്. അത് കഴിഞ്ഞൊരു ഫസ്റ്റ് ഹാഫ് അല്ല, ഒരു 40 to 60% കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇതുപോലെ നിങ്ങൾക്ക് സിനിമ പാട്ടുകൾ ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ, അപ്പോൾ അതും അവർ കൂടെ പാടി. അപ്പം എൻ്റെ കൂടെ പാടിയ ചിത്ര അരുൺ, അതുപോലെ തന്നെ ശ്യാമപ്രസാദ്, റഹ്മാൻ, ദേവദന്ത, അവരൊക്കെ നന്നായിട്ട് പാടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നോടുള്ള സ്നേഹം, അല്ലെങ്കിൽ ആ പാട്ടിനോടുള്ള സ്നേഹം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പമ്പാ ഗണപതി, പിന്നെ വേൽമുരുക, പിന്നെ തങ്കമാന, മറ്റേ തുടരുമിലെ പാട്ട്, അതൊക്കെ പാടി സത്യം പറഞ്ഞാൽ ഞാൻ അവരെൻജോയ് ചെയ്തതുപോലെ തന്നെ ഞാനും എൻജോയ് ചെയ്തു. പാട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് പാടാനായിട്ടൊക്കെ തോന്നുമായിരുന്നു. അല്ലേ തന്നെ ഞാൻ എൻ്റെ ഷോയ്ക്ക് ഞാൻ ഏകദേശം എനിക്ക് ഇവിടെ AJM കോളേജിൽ കോളേജ് ഷോ ഉണ്ടായിരുന്നു.
കുറേ നാളുകൾക്ക് 20 വർഷത്തിന് ശേഷമാണ് ഞാൻ കോളേജിൽ പാടുന്നത്. അപ്പോൾ അങ്ങനെ പാടിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. കാരണം അവരൊക്കെ ചോദിക്കുന്ന പാട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവിതളല്ലേ ഫാസില, തേനഴകല്ലേ, അതുപോലത്തെ കുറേ പാട്ടുകളൊക്കെ ഈ കുട്ടികൾ ചോദിച്ചു. അതെല്ലാം ഞാൻ പാടി. പിന്നെ അറിയാമല്ലോ, പിന്നെ സടക്ക് സടക്ക്, അങ്ങനെ കോളേജിൽ കണ്ടമാനം റെസ്പോൺസ് ആയിരുന്നു. അപ്പം അതുപോലൊരു റെസ്പോൺസാണ് എനിക്ക് ഇവിടെ ഈ ഭക്തിഗാനമേളയ്ക്ക് ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ അതിശയിച്ചു പോയി. എനിക്ക് ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന് മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. കാരണം ഒത്തിരി 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 നന്ദി. കാരണം ഭഗവാനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അവിടെ വന്ന എല്ലാ പ്രേക്ഷകരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇത്രയും വർഷം, 44 വർഷം കഴിഞ്ഞ് ഞാൻ പാടാൻ തുടങ്ങിയിട്ട് അവിടെ വന്ന് എൻ്റെ പാട്ടിനെ കൈയടിച്ച, അല്ലെങ്കിൽ അനുമോദിച്ച, പ്രശംസിച്ച എല്ലാവർക്കും എൻ്റെ എന്താ പറയുന്നത്, ഹൃദയത്തിൻ്റെ ഭാഷയിൽ കൂപ്പുകൈ. കാരണം എനിക്ക് നന്ദി പറയാൻ വാക്കുകളില്ല സത്യത്തിൽ. ഒരുപാട് ഇമോഷണലാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ഇത് പറയുമ്പം ഞാനിവിടെ അമൃത ടി വിയിൽ ഷൂട്ടിങ്ങിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വേഷത്തിൽ കണ്ണ് നിറയുകയാണ്. കാരണം നിങ്ങളുടെ ഈ സ്നേഹം കണ്ടിട്ട് എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം കാണും എന്ന വിശ്വാസം എനിക്ക് പൂർണ്ണമായിട്ടുണ്ട്. ഇപ്പോൾ ഈ മോഡേൺ പാട്ടുകാരൊക്കെ ഇങ്ങനെ ഇടിച്ചു കയറി വരികയാണ്. വരട്ടെ, അതൊക്കെ വേണം. എല്ലാവരും വരട്ടെ. എല്ലാവരും പാട്ടുകാരാണ്. എല്ലാവരുടെയും ജീവിതമാർഗം പാട്ടാണ്. എല്ലാവരും നന്നായിട്ട് പാടുന്നവരാണ്. ആരും മോശക്കാരല്ല. പക്ഷേ ഇപ്പോൾ വേറൊരു ഭക്തിഗാനമേളയ്ക്ക് എൻ്റെ പാട്ടുകൾ തന്നെയാണ് പാടുന്നതെങ്കിലും ഒറിജിനലായിട്ട് പാടി വരുമ്പോൾ ദാസേട്ടൻ പാടിയ പാട്ട് പലരും അനുകരിച്ച് പാടാറുണ്ട്. പക്ഷേ ദാസേട്ടൻ അത് പാടുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഇത് വരുന്നത് എന്നുള്ള ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ പാടിയ പമ്പാ ഗണപതി അവർക്ക് എൻ്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വികാരം അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും പാട്ടുകൾ കൊടുക്കട്ടെ. എല്ലാവർക്കും സിനിമയിൽ പാടാനുള്ള അവസരങ്ങളുണ്ടാകട്ടെ. എല്ലാവർക്കും ഇതുപോലത്തെ ഭക്തിഗാനമേളയും അല്ലാത്ത ഗാനമേളയും എല്ലാം കിട്ടട്ടെ. കാരണം നമുക്ക് വേണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ സമാധാനവും സന്തോഷവുമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ വഴക്കും വയ്യാവലിയൊന്നും എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഒരിക്കലും ഞാൻ ഒരു മനുഷ്യനോടും ഞാൻ വഴക്കിടാൻ പോയിട്ടില്ല. ഞാൻ എതിർത്ത് പറഞ്ഞിട്ടുമില്ല. ഞാൻ തെറ്റായിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സംഗീതം ലഹരിയാക്കണം എന്ന് തന്നെയാണ് ആഹ്വാനം. തീർച്ചയായിട്ടും സംഗീതം എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കാനുള്ള, അതിനകത്ത് വേർതിരിവുകളൊന്നുമില്ല. എല്ലാം സംഗീതമാണ്. കാരണം സരിഗമ പദനിസ എന്ന് പറഞ്ഞ 7 സ്വരങ്ങൾ, ഇത് ഇംഗ്ലീഷിലായാലും ഏത് ലാംഗ്വേജിലായാലും ആ സ്വരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സ്വരങ്ങളിൽ ഉണ്ടാകുന്ന പല വേരിയേഷൻസാണ് സംഗീതം, നാദബ്രഹ്മം. ആ ബ്രഹ്മത്തിൽ ലയിക്കുക, നമുക്കെല്ലാം മറക്കാം. എന്തായാലും ഒരിക്കൽ കൂടി എന്നെ സ്നേഹിക്കുന്ന, അന്ന് ഏറ്റുമാനൂർ വന്ന, എനിക്കിപ്പോഴും മറക്കാൻ പറ്റുന്നില്ല ആ നിമിഷങ്ങൾ എനിക്ക് സമ്മാനിച്ച പ്രേക്ഷകരോട് ഒരുപാട് നന്ദി. എന്നും നിങ്ങൾ എന്നോടൊപ്പം കാണണം എന്നുള്ള ഒരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളോടൊപ്പം തന്നെ കാണും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇനിയും ഞാൻ പാടിക്കൊണ്ടേയിരിക്കും. നന്ദി. ചേട്ടൻ്റെ ഭാര്യ കൂടി ഒപ്പം ഉണ്ടായിരുന്നു. ചേച്ചി എന്താണ് പറഞ്ഞത്, ലേഖ ചേച്ചി? അവൾ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നും ഞാൻ ലേഖ ശ്രീകുമാർ കാലത്ത് 5 മണിക്ക് എണ്ണീറ്റ് കുളിച്ച് ശിവക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരുന്നതാണ്. ഇവിടെ മാത്രമല്ല, ട്രിവാൻഡ്രത്തുള്ള ശിവക്ഷേത്രമായാലും വൈക്കത്തായാലും ഏറ്റുമാനൂരായാലും എറണാകുളത്തപ്പനായാലും ശ്രീകണ്ഠേശ്വരത്തപ്പനായാലും എല്ലായിടത്തും പോകുന്നതാണ്. മാത്രമല്ല, ഞാൻ വേറൊരു കാര്യം കൂടെ എനിക്കിപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഇവിടെ മാനികാവ് ശിവക്ഷേത്രം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അതാരും കാണാതെയും കേൾക്കാതെയും കിടന്ന സമയത്ത് പങ്കജൻ എന്ന് പറഞ്ഞൊരു കക്ഷി, പങ്കജൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്നെ അവിടെ കൊണ്ടുപോയി. ഞാൻ കാണുന്നത് ജസ്റ്റ് ഈ റൂമിൻ്റെ പകുതി സ്ഥലത്ത് ആസ്പെറ്റോസിൽ ഇങ്ങനെ ഒരു ശിവലിംഗം, അതിൻ്റെ നെറുകയിൽ ഗംഗാതീർത്ഥം എവിടുന്നോ വരുന്നു, 365 ദിവസം. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം, മാനികാവ് ശിവക്ഷേത്രം. അത് കാണേണ്ടതാണ്. അപ്പോൾ ഞാൻ അന്ന് കാണുമ്പോഴത്തേക്ക് 11 മണിക്കാണ് തുറക്കുന്നത്. കാരണം മുഴുവൻ സർപ്പങ്ങളും പിന്നെ കുരങ്ങന്മാരും അതൊക്കെയാണ്. 11 മണിക്ക് തുടങ്ങിയിട്ട് 12 മണിക്ക് ഇത് അടയ്ക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഭഗവാനെ, ഇതെവിടെ നിന്നാണ് ഈ തീർത്ഥഗംഗാജലം വരുന്നത്? അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, ഇത് കാണിമാരുടെ അമ്പലമാണ്, ഒരു 500 ഏക്കറുണ്ട്. അപ്പോൾ അവിടെ മുഴുവൻ ചെല്ലാൻ പോകുമ്പോൾ അവിടെ മുഴുവൻ ചെളിയാണ്. അവർ പറഞ്ഞു,
365 ദിവസവും ഭഗവാന്റെ നെറുകയിൽ ഈ തീർത്ഥം വന്ന് വീണുകൊണ്ടിരിക്കും. ഇത് കണ്ടുപിടിക്കാൻ പോയൊരു സർപ്പദംശമായിട്ട് മരിച്ചുപോയി. അപ്പോൾ അത്രയ്ക്ക് ഐതിഹ്യ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് മാനികാവ് ശിവക്ഷേത്രം. അടുത്ത ആഴ്ച ഞങ്ങളവിടെ ഒരു പുനരുദ്ധാരണം, ഞാനും ഈ പങ്കജൻ അദ്ദേഹം കൂടെ ചേർന്നിട്ട് വെച്ച് ഞാനൊരു കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 25,000 രൂപ ആദ്യമായിട്ട് ഇത് വെച്ചു പുനരുദ്ധാരണത്തിന്. ഇന്ന് നിങ്ങളത് കാണുക. ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു, അവിടെയൊക്കെ ഭയങ്കര ഗംഭീരമായി. പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾ ഈ പുനരുദ്ധാരണം പതുക്കെ തുടങ്ങിയിട്ടൊരു ലക്ഷദ്വീപം നടത്തി. ആ ലക്ഷദ്വീപത്തിന് ഞാൻ കാലത്ത് രാജീവ് ആലിങ്കലിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു എനിക്കൊരു പാട്ട് വേണമെന്ന്. അപ്പം തന്നെ അദ്ദേഹം 1 മണിക്കൂർ കൊണ്ട് എഴുതി തന്നു. മാനികാവപ്പ മഹേശ മതാതീത മന്ത്രസ്വരൂപ നമസ്തേ തിരുജടയിൽ ഉതിരുന്ന തീർത്ഥഗംഗാജലം തരണേ ശിവാനന്ദമൂർത്തേ എന്ന് പറഞ്ഞൊരു മാനികാവപ്പനെ കുറിച്ചൊരു പാട്ട് എഴുതി. ഞാൻ അപ്പം തന്നെ വൈകുന്നേരം ട്യൂൺ ചെയ്ത് ആ നടയിൽ നിന്ന് പാടി. അതിന് ചുറ്റും 4 കിലോമീറ്റർ മഴയാണ്. പക്ഷേ ഈ ലക്ഷദ്വീപം കത്തിച്ചുകൊണ്ട് മഴയില്ലായിരുന്നു. ഞാൻ 8 മണിക്ക് ആ വിളക്കൊക്കെ അണഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നേരെ എൻ്റെ റൂമിലോട്ട് പോകുമ്പം മഴ. അതൊക്കെ ഒരു വലിയ അനുഭവമാണ്. ഞാൻ ലേഖയിൽ പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പോൾ ലേഖ പറഞ്ഞു ഇതെൻ്റെ പ്രാർത്ഥന കൂടാണെന്ന് പറഞ്ഞു. ഞാനത് പൂർണ്ണമായിട്ടും ഞാൻ സമ്മതിക്കുന്നു. കാരണം അവൾ പോയിട്ട് എന്നും പ്രാർത്ഥിക്കുന്നത് അവൾക്കും അവളുടെ കുടുംബത്തിനും എൻ്റെ കുടുംബത്തിനും എനിക്കും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ആ പ്രാർത്ഥന ഫലിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു പൂർണ്ണ ഭക്തയായിട്ടുള്ള എൻ്റെ ഭാര്യയ്ക്കും ഇതിൻ്റെ കൂട്ടത്തിലുള്ള പങ്കുണ്ട്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല പാട്ടുകൾ വരുന്നുണ്ടോ സ്വാമിയെ പറ്റിയിട്ടാണ്? ഭഗവാനെ പറ്റി ഞാനിപ്പോൾ ഒരു പാട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് അയ്യപ്പനെ കുറിച്ചൊരു പാട്ട് അടുത്ത വർഷത്തെ ഇപ്പോഴേ ഞാൻ ചെയ്തു വെച്ചു. ഇതുപോലെ തന്നെ നമശിവായ എന്ന് പറഞ്ഞിട്ടൊരു കീർത്തനം പോലൊരു പാട്ടും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു സമയവും സന്ദർഭമുള്ളപ്പം ഇറക്കാം എന്നുള്ള ധാരണയിലിരിക്കുന്നു. പിന്നെ സിനിമയിൽ ഞാൻ ഇപ്പം കുറച്ച് 2-3 പടങ്ങളിൽ പാടി. ഒന്ന് വിജി തമ്പിയുടെ പടം, അത് എം ജയചന്ദ്രനാണ് മ്യൂസിക്, ഹരിനാരായണൻ എഴുതിയത്. അതൊരു അസൽ പാട്ട്, സൂപ്പർ ഹിറ്റ് സോങ് ആയിരിക്കും. അത് AI-യിലാണ് ഫുൾ ഫിലിം. അത് ഒരു പാട്ട്. പിന്നീട് 2 പാട്ട് സാം CS എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ, നമ്മുടെ RDX ഒക്കെ ചെയ്ത് ഹരിനാരായണൻ എഴുതിയിട്ട് 2 പാട്ട്. പിന്നെ ഞാൻ ഷാജി കൈലാസിൻ്റെ ഒരു പടം വരവ് എന്ന് പറഞ്ഞ് ജോജു അഭിനയിച്ച്, അതിപ്പോൾ ഉടനെ ഏപ്രിൽ 10-ാം തീയതി റിലീസാണ്. അതിനകത്ത് 2 പാട്ട് സാം CS ഹരിനാരായണൻ ആ ടീമിൻ്റെ 2 പാട്ട്. ഒന്നൊരു മുരുകനെക്കുറിച്ചുള്ള പാട്ട് തന്നെയാണ്. പിന്നെ ഒന്ന് ലില്ലി മെലലെ എന്ന് പറഞ്ഞിട്ടൊരു മെലോഡിയസ് സോങ്. 2 പാട്ട് പാടി. പിന്നെ കുറച്ച് പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ അങ്ങനെ കുറച്ച് പാട്ടുകൾ നന്നായിട്ട് പാടാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയെല്ലാം നമ്മുടെ പ്രേക്ഷകരുടെ അടുത്താണ് ഇരിക്കുന്നത്. കാരണം വേറൊന്നുമില്ല, അവരാണല്ലോ നമ്മളെ നയിക്കുന്നത്. വളർത്തുന്നതും തളർത്തുന്നതും നിങ്ങളാണ്. ഒരുപാട് നന്ദി. എന്തായാലും പുതിയ പാട്ടുകൾ നമുക്കിനി കാത്തിരുന്ന് കേൾക്കാം. ഒരുപാട് പാട്ടുകൾ പാടാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ആശംസിക്കാം. കൊച്ചിയിൽ നിന്നും ജസ്റ്റിൻ വർഗീസിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.